സുഹൃത്തുക്കളെ, എല്ലാവർക്കും റെയിൻബോ ടെക് മലയാളം ചാനലിലേക്ക് സ്വാഗതം. മൾട്ടിമീറ്ററിൻ്റെ മൂന്നാം ഭാഗമാണ് ഞാനിന്നിവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. കുറേയധികം നീണ്ടു പോകുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ എല്ലാ ഘടകങ്ങളും ഈ ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ ഉപയോഗങ്ങൾ പോലും മുഴുവൻ ഉപയോഗങ്ങളടക്കമാണ് ഞാൻ ഈ വീഡിയോ പ്രദർശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ നീണ്ടു പോകുന്നത്. പിന്നെ കുറച്ച് സമയമെടുത്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അല്ലാതെ വെറുതെ ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2-3 പാർട്ടായിട്ട് വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് നടത്താവുന്നതാണ്. കണ്ടിന്യൂറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടിന്യൂറ്റി ടെസ്റ്റിൻ്റെ സിമ്പൽ. അതായത് ഒരു വൈഫൈൻ്റെ ചിഹ്നം പോലെയും പിന്നെ അതുപോലെ തന്നെ എയറോപ്ലെയിൻ പോകുന്ന പോലുള്ളത് ഒരു മാർക്ക് കാണുന്നത്, അതാണ് കണ്ടിന്യൂറ്റിയുടെ ഈ നോബ് അവിടെയാണ് വെക്കേണ്ടത്. കണ്ടിന്യൂറ്റി ടെസ്റ്റിങ്ങിൻ്റെ മോഡ് അതാണ്. കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അത് കറണ്ടോ അല്ലെങ്കിൽ വെള്ളമോ എന്തായാലും അത് ഫ്ലുവൻ്റായിട്ട് പോകുന്ന ആ ഒരു മോഡിനെയാണ് കണ്ടിന്യൂറ്റി മോഡ് എന്ന് പറയുന്നത്. ഒരു തുടർച്ച, അതായത് പകുതി വെച്ച് തടസ്സം വന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുക്ക് നിൽക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഒഴുക്ക് കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോഡാണ് കണ്ടിന്യൂറ്റി മോഡ്. നമുക്ക് കണ്ടിന്യൂറ്റി മോഡിൽ ആദ്യം തന്നെ ഒരു വയറെടുത്ത് ചെക്ക് ചെയ്യാം. ഇതൊരു വയർ, ചെറിയ കഷ്ണം വയറാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു ചെറിയ കഷ്ണമാണ്. ചിലപ്പോൾ ഒരു 50 മീറ്റർ 60 മീറ്റർ ഉള്ള ഒരു വയറ്. ആ വയറ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് കണ്ടിന്യൂറ്റി മോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു തലക്ക് പോസിറ്റീവ് പ്രോബും മറുതലക്ക് നെഗറ്റീവ് പ്രോബും, ഈ 2 പ്രോബുകൾ വെച്ച് നോക്കിയാൽ അതിലൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ മൾട്ടിമീറ്ററിൽ നിന്ന് ഒരു ബീപ്പ് ശബ്ദവും അതുപോലെ തന്നെ ഡിജിറ്റലായി എന്തെങ്കിലും ഒരു വോൾട്ടേജും കാണിക്കും. അഥവാ ബീപ്പ് സൗണ്ട് വരുന്നില്ലെങ്കിൽ ആ വയറിൻ്റെ നടുവിലെവിടെയോ എന്തോ കട്ടിങ് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബീപ്പ് ശബ്ദം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ വോൾട്ടേജും കാണിക്കുന്നുണ്ട്. ഒരു 10, 12, 8 ഇങ്ങനെ വോൾട്ടേജും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായും നമ്മുടെ ഈ വയറിന് ഒരു തകരാറുമില്ല. എന്ന് വെച്ചാൽ വയറിൻ്റെ നടുവിൽ നിന്ന് കട്ട് ചെയ്യുകയോ ഒന്നും ആയിട്ടില്ല. അങ്ങനെയാണ് നമ്മളില്ല ഒരു വലിയ വയറുകളൊക്കെ എടുത്ത് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടിന്യൂറ്റിയുടെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അതുപോലെ തന്നെ ഒരു ഫ്യൂസ് എന്ന് പറഞ്ഞാൽ, ഫ്യൂസ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വൈദ്യുതി ഒഴുക്ക് ഒരു 240 വോൾട്ടിൻ്റെ എന്തെങ്കിലും വൈദ്യുതി ഒരു ഉപകരണത്തിലേക്ക് കടത്തിവിടുമ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ അധികം ഫ്യൂസ് ഉപയോഗിക്കുന്നത്. അത് എത്ര വോൾട്ടേജ് ആയാലും പ്രശ്നമില്ല, അതിനനുസരിച്ചുള്ള ഫ്യൂസ് ആയിരിക്കും. അപ്പോൾ ആ കറണ്ടിനെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ആംപിയർ കണക്കാക്കിയിട്ടുള്ള ഫ്യൂസാണ് നമ്മൾ വെക്കുക. അപ്പോൾ ആ ആംപിയർ കണക്കായിട്ടുള്ള ഫ്യൂസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത്
വോൾട്ടേജ് 220 നിന്ന് ചിലപ്പോൾ 260 പെട്ടെന്ന് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് എവിടെയെങ്കിലും ലൈനിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വൈദ്യുതി അങ്ങനെ കണ്ടമാനം അടിച്ചു കയറും. അപ്പോൾ ആ ഉപകരണത്തിലേക്കൂടെ ആ വയറിലൂടെ കടത്തി വിട്ടിരിക്കുന്ന ഇടയിൽ വെച്ചിരിക്കുന്ന ഫ്യൂസ് അവിടെ വെച്ച് കത്തിപ്പോകും. അപ്പോൾ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വയറിനെ നടുക്കെ കൂടെ കട്ട് ചെയ്ത് അതിലിടയിലാണ് ഒരു ഫ്യൂസ് ഹോൾഡറിൽ ഫ്യൂസ് വെക്കുക. അപ്പോൾ ഇതിലൂടെ വൈദ്യുതി അങ്ങനെ പുറത്തേക്കൂടെ കടന്ന് അപ്പുറത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് പോകുന്ന വൈദ്യുതി ഇപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ അവർ നേരിയ കമ്പി വെച്ചിട്ടുണ്ടാവും. ആ കമ്പി നമ്മുടെ പറയുന്ന ഇപ്പറഞ്ഞ ആംപിയറിൽ, അതായത് 240 വോൾട്ട്, 260, 250, ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് ഓവർ വോൾട്ടേജായി. അപ്പോൾ ആ ഓവർ വോൾട്ടേജ് പെട്ടെന്ന് പാസ് ചെയ്യുമ്പം ആ വോൾട്ടേജിനെ കട്ട് ചെയ്യിക്കുക എന്നതാണ് ഈ ഫ്യൂസിൻ്റെ ജോലി. അപ്പോൾ ഇതിലൂടെ ഒരു നേരിയ കമ്പിയുണ്ട്. അതായത് ഈ നോഡിൽ നിന്ന് ഈ നോഡിലേക്ക് ഒരു കമ്പി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഫ്യൂസ് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ ഉപകരണം വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഫ്യൂസ് അതിൽ തന്നെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇടയിൽ വെച്ചിട്ട് ഇത് കട്ടായി പോയി കഴിഞ്ഞാലും വൈദ്യുതി വരില്ല. അപ്പോൾ നമുക്ക് ഇത് നോക്കാൻ വേണ്ടി നമുക്ക് ഒരു നേക്കഡ് ഐനെ കൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് നോക്കുവാൻ വേണ്ടിയും നമുക്ക് കണ്ടിന്യൂറ്റി മോഡ് ഉപയോഗിക്കാം. ചിലപ്പോൾ നോക്കിയാലും കമ്പി ഉണ്ടാവും, പക്ഷേ അത് ഈ ഭാഗത്ത് നിന്ന് മറ്റേ കട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് കട്ടായത് നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും తెలిയില്ല. കമ്പി കാണുന്നുണ്ട്, പക്ഷേ അത് ബേൺ ആയിട്ടുണ്ടോ അല്ല ഡിസ്കണക്ട് ആയിട്ടുണ്ടോ എന്ന് తెలిയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് നമ്മൾ ഈ കണ്ടിന്യൂറ്റി മോഡിലിട്ടുകൊണ്ട് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ടെർമിനലുകൾ, പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ ഇതിലും വെച്ചുകൊണ്ട് നമുക്ക് ഇതിൽ നോക്കാവുന്നതാണ്. ഈ ഫ്യൂസ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതായത് കറണ്ട് ഇതിലൂടെ ഇതിലൂടെ പുറത്ത് കിടക്കുന്നുണ്ട് എന്ന് ഇതിന് മനസ്സിലാക്കാം. ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഫ്യൂസ് എടുത്ത് നോക്കാം. ഇത് ഫ്യൂസ് പോയതാണ്. ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ബീപ്പ് സൗണ്ട് ഇല്ല. അപ്പോൾ ഇതിലുള്ള കമ്പി കാണുന്നുണ്ട്, പക്ഷേ ആ കമ്പി എവിടെയോ വെച്ച് കട്ടായിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. അപ്പോൾ ഫ്യൂസ് ചെക്ക് ചെയ്യുവാനും നമ്മൾ എന്ത് ചെയ്യാം, ഈ കണ്ടിന്യൂറ്റി മോഡിലിട്ടുകൊണ്ട് ടെസ്റ്റ് ചെയ്താൽ മതി. ഇത് ഫ്യൂസ് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, അത് കേടുവന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്വിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്വിച്ചിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ അല്ല വർക്കിംഗ് ആണോ എന്ന് നോക്കണ്ടെങ്കിൽ ഈ 2 ടെർമിനലിൽ ഇത് വെച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ മൾട്ടിമീറ്ററിൽ റീഡിങ്ങോ അല്ലെങ്കിൽ ബീപ്പ് ശബ്ദമോ ഇല്ല, കാരണം ഇത് ഓഫ് പൊസിഷനിലാണ് ഉള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ അത് വൈദ്യുതി കടത്തി വിടുമോ എന്നറിയണമെങ്കിൽ നമ്മൾ ഓണാക്കി നോക്കണം. ഓണാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ബീപ്പ് സൗണ്ട് വരുന്നുണ്ട്. ഇത് വർക്കിംഗ് ആണ്, ഈ സ്വിച്ച് വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് ഓഫാക്കുമ്പോൾ റീഡിങ് കാണിക്കില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വർക്കിംഗ് ആണോ വർക്കിംഗ് അല്ലേ എന്ന് നമുക്ക് കണ്ടിന്യൂറ്റി മോഡിലിട്ടുകൊണ്ട് നോക്കാൻ പറ്റും. ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇതിനെ ഓഫാക്കിയിട്ട് നോക്കിയാൽ അവിടെ ടെർമിനൽ കട്ടായിരിക്കുന്നു, വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ സ്വിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ഇതിന് തകരാറൊന്നുമില്ല. അതുപോലെ തന്നെ മറ്റൊരു ഇത് ചാർജറിൻ്റെ ഫീമെയിൽ സോക്കറ്റാണ്. നമ്മളെ ചാർജർ ഇതിൽ കുത്തിക്കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പുറത്തേക്ക് എടുക്കുവാൻ വേണ്ടി നമ്മൾ ഇതേപോലുള്ള ഹോൾഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ നടുവിൽ കാണുന്ന പിന്നാണ് പോസിറ്റീവ്, അതിൻ്റെ സൈഡിലുള്ളത് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഈ പോസിറ്റീവ്
കാണുന്നിടത്ത് ഒരു മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് വെച്ച് കൊടുക്കാം. കാരണം ഇവിടെ കാണുന്നില്ല 3 പിന്നുണ്ട്. ഇതിലേതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഈ പിന്നിലേക്ക് ഒരു പ്രോബിനെ പോസിറ്റീവ് പ്രോബ് വെച്ചുകൊണ്ട് നമുക്കിത് നോക്കാം. ഇതിൻ്റെ പോസിറ്റീവ് ഇതല്ല. ഇനി അടുത്ത പിന്ന് അതുമല്ല. അടുത്ത പിന്നിൽ വെക്കുമ്പോൾ അപ്പോൾ ഇതാണ് പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് വയർ നമുക്ക് ഇവിടെ സോൾഡർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇതുള്ളത് നെഗറ്റീവ്. അത് ഏതിൽ വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിമീറ്റർ ഉപയോഗിച്ചും അതിൻ്റെ ഈ പറയുന്ന കണ്ടിന്യൂറ്റി മോഡ്, ഇതാണ് കണ്ടിന്യൂറ്റി മോഡ്. ഈ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടുകൊണ്ട് ഇത് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ മുഴുവൻ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു LED ബൾബ് എടുക്കാം. LED ബൾബിന് എന്ന് പറഞ്ഞാൽ ഇത് കത്തുന്നുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഒന്നുകിൽ ബാറ്ററി മുട്ടിച്ച് നോക്കണം, അല്ലെങ്കിൽ ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് തന്നെ നോക്കാം. അപ്പോൾ LED ബൾബിൻ്റെ 2 കാലുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്നിൽ നീളം കൂടിയതും ഒന്നിൽ മറ്റേ ഭാഗത്ത് നീളം കുറഞ്ഞതും. അപ്പോൾ നീളം കൂടിയ ഭാഗം എന്നത് പോസിറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പോസിറ്റീവിൽ വെച്ചുകൊണ്ട് നമുക്ക് നെഗറ്റീവ് പ്രോബ് ഇവിടെ മുട്ടിച്ച് നോക്കിയാൽ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഈ LED ബൾബ് കുഴപ്പമൊന്നുമില്ല, നല്ലോണം കത്തുന്നതാണ്. ചില ഘട്ടങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഇവിടുന്ന് 2 കാലും കട്ട് ചെയ്യും. പിന്നെ അത് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇതിൻ്റെ പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാണെന്ന്. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഇത് ഉപകരിക്കും. ഇപ്പോൾ കത്തുന്നുണ്ട്. ഇനി നേരെ തലമറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കത്തൂല, ഇത് കത്തുന്നില്ല. അപ്പോൾ നമുക്ക് കാലുകൾ നീളം കുറവോ എന്ന് മനസ്സിലാകാത്തത് ഇത് കട്ട് ചെയ്ത അവസ്ഥയിൽ ഒരിക്കലും നീളം ഏതാണ് പോസിറ്റീവ് എന്ന് തിരിയില്ല. അപ്പോൾ നമുക്കുള്ള ഒറ്റ മാർഗം ഇതാണ്. ഒരു ബാറ്ററി എടുത്തു വെച്ചുകൊണ്ട് നോക്കാം. പക്ഷേ മൾട്ടിമീറ്ററിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ വർക്കിംഗ് ആണ്. ഇപ്പോൾ ഈ LED ബൾബിന് കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടി എടുത്ത് നോക്കാം. ഇത് കത്തുന്നില്ല, ഇത് കംപ്ലൈൻ്റ് ആണ്. വേണമെങ്കിൽ നമുക്കൊന്ന് കാല് തിരിച്ചു വെച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് പിന്നെന്ന് പറയുന്നത് ഇവിടെ കാല് കട്ട് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഈ പോസിറ്റീവ് സൈഡ് ഇതാണ്, മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ കാല് കുറച്ച് നീളം കൂടുതൽ കാണുന്നതുകൊണ്ടാണ് ഞാനത് ആദ്യം അങ്ങനെ വെച്ച് നോക്കിയത്. ചിലപ്പോൾ ഇതിൻ്റെ കാല് എന്തിനെങ്കിലും ആവശ്യത്തിന് കട്ട് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതിപ്പം ഇവിടെ നോക്കുമ്പോൾ ഇതാണ് കാല് അധികം നീട്ടം. അപ്പോൾ നമ്മൾ അവിടെ പോസിറ്റീവിൽ വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ വെച്ച് നോക്കുമ്പോൾ കത്തുന്നില്ല. അപ്പോൾ ഇതെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാല് മുറിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ കണക്കിന് നോക്കുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് സൈഡ് ഇവിടെയാണ് വരുന്നത്. റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ പല സർക്യൂട്ട് ബോർഡുകൾ കണ്ടിട്ടുണ്ടാകും, വലിയ വലിയ ബോർഡുകൾ. ഇത് ഒരു ചാർജറിൻ്റെതാണെന്ന് തോന്നുന്നു.
അപ്പോൾ ഇതിലൊക്കെ കാണുന്ന ഈ തിളങ്ങുന്ന ഭാഗം ഇതെല്ലാം സർക്യൂട്ട്സാണ്. ഇതിങ്ങനെ പോകുന്ന എല്ലാം സർക്യൂട്ടാണ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ നിന്ന് ഇതിലെ ലൈന് പോയി ഇവിടത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ വർക്കിംഗ് ആണോ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ അവിടെയും കണ്ടിന്യൂറ്റി മോഡ് ഇപ്പം ബീപ്പ് സൗണ്ട് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടത്തേക്ക് ഫ്ലോ ഉണ്ട്, കറണ്ട് ഫ്ലോ ഉണ്ട്. ഇനി ഇത് തന്നെ നമ്മൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടൊക്കെ വരുമ്പോൾ ഇവിടുന്ന് കട്ടായി പോവും, വൈദ്യുതി ബന്ധം കട്ടായി പോവും, ഇലക്ട്രിസിറ്റി ഇവിടത്തേക്ക് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ കട്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ തകിടുകളാണ്, നേരിയ സർക്യൂട്ട്, ഇതൊക്കെ നേരിയ സർക്യൂട്ട്സാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മുറിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അവിടത്തേക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ കറണ്ട് പോകുന്നുണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ കറണ്ട് കടത്തി വിടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഈ സർക്യൂട്ടിൻ്റെ തകരാറായിരിക്കും. ഇവിടെ സർക്യൂട്ടിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഉള്ളിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഈ കണ്ടിന്യൂറ്റി മോഡിൽ ഇടുമ്പോൾ അത് ബീപ്പ് സൗണ്ട് കേൾക്കില്ല, അതുപോലെ മെഷർമെൻറ്റും കാണില്ല. അപ്പോൾ അവിടെ എവിടെയോ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഈ PCB എന്ന് വെച്ചാൽ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് ഇത്തരത്തിലുള്ള വലിയ ബോർഡുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ചെക്ക് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. അതായത് ഒരു ചെറിയ കമ്പോണൻറ്റിൽ നിന്ന് മറ്റൊരു കമ്പോണൻറ്റിലേക്ക് വൈദ്യുതി തടസ്സം കൂടാതെ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അത് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ചെറിയ റെസിസ്റ്റർ ഇതാണ്. ഈ റെസിസ്റ്ററൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം കടത്തി വിടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നതും ഇത് വെച്ചാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇത് വെച്ചാണ് നോക്കുക. ഇത് വർക്കിംഗ് ആണ്, റീഡിങ് കാണിക്കുന്നുണ്ട്, വർക്കിംഗ് ആണ്. പക്ഷേ ബീപ്പ് സൗണ്ട് ഇല്ല. എല്ലാ റെസിസ്റ്ററും ബീപ്പ് സൗണ്ട് ഇല്ല എന്ന് ഞാൻ റെസിസ്റ്ററിൻ്റെ പറ്റി പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് റീഡിങ് കാണിക്കുന്നുണ്ട്, 534 ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് കംപ്ലൈൻ്റ് ഇല്ല എന്ന് ഉറപ്പിക്കാം. ബീപ്പ് സൗണ്ട് വരണമെങ്കിൽ വളരെ ചെറിയ ലോ റെസിസ്റ്റൻസിൽ മാത്രമേ ബീപ്പ് സൗണ്ട് പുറത്ത് വരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റീഡിങ് തന്നെ നോക്കണം. ഇതിപ്പോൾ 547ഓളം റീഡിങ് ഉണ്ട്. ഇതിപ്പം 534, 535 അങ്ങനെ റീഡിങ്ങിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റർ വർക്കിംഗ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ചെറിയ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഇത് മുഴുവൻ എന്ന് പറഞ്ഞാൽ നേരെ കമ്പി കൊണ്ട് ഒരു 10, 100, 200 തവണ ചുറ്റിയിട്ടാണ് അതിൻ്റെ 2 അറ്റമാണ് ഇവിടെ 2 സ്ഥലത്ത് ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കോയിൽ കത്തിപ്പോയിട്ടുണ്ടോ, കോയിലിൻ്റെ കമ്പി വളരെ നേരിയ ഒരു മുടിയുടെ വണ്ണം പോലും ഉണ്ടാവില്ല. അപ്പോൾ അതിന് കട്ടിങ് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫോമർ വർക്കിംഗ് ആണോ എന്ന് നോക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ആ കോയിലിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കട്ടിങ് വന്നിട്ടുണ്ടോ എന്നാണ് നോക്കുക. അപ്പോൾ അതിന് 2 ടെർമിനലിലും നമ്മളിത് വെച്ച് നോക്കുമ്പോൾ ബീപ്പ് സൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, കോയിൽ ആക്റ്റീവാണ്, ട്രാൻസ്ഫോമറിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കണ്ടിന്യൂറ്റി മോഡ് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അടച്ച് അതുപോലെ ഡയോഡ്, ഇതാണ് ഡയോഡ് എന്ന് പറഞ്ഞത്. ഡയോഡിൻ്റെ ചിഹ്നം ഇതാണ്. ഈ എയ്റോപ്ലെയിൻ്റെ മാതിരിയുള്ള ചിഹ്നം ഡയോഡിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഡയോഡ് നോക്കാം. ഡയോഡിനുള്ള പ്രത്യേകത, ഇതിൽ ഈ കറുപ്പിൽ ഒരു നേരിയ ഒരു മെറ്റാലിക് വളയമുണ്ട്. ഒരു സിൽവറിൻ്റെ കളറിൽ ഒരു ചെറിയ റിങ് പോലെ ഉണ്ടാവും. ആ സൈഡാണ് നെഗറ്റീവ്, ഇത് പോസിറ്റീവാണ്. ഈ സൈഡ് പോസിറ്റീവും ഈ സൈഡ് നെഗറ്റീവുമാണ്. ഡയോഡുകൾ സർക്യൂട്ട് ബോർഡിൽ ഒരു മുഖ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്.
ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ ചില സർക്യൂട്ട്സിൻ്റെ ഉള്ളിലാണ് ഇതധികം ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ AC DC ആക്കാൻ, അതുപോലെ ഒരു എമർജൻസി ലൈറ്റിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് കടത്തിവിടുകയുള്ളൂ. നമ്മളിപ്പോൾ റെസിസ്റ്ററിൻ്റെ എടുത്തു നോക്കുമ്പോൾ രണ്ട് ഭാഗത്തേക്കും ഇപ്പുറത്തുനിന്ന് കറണ്ട് കടത്തിവിട്ടാൽ അപ്പുറം കറണ്ട് എത്തും, വോൾട്ടേജ് അതിൽ കൂടി അപ്പുറം പാസ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള വൈദ്യുതിയെ അങ്ങോട്ടേക്ക് കടത്തിവിടും, എന്നാൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വൈദ്യുതി കടത്തിവിടില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ചില ഫങ്ഷൻസ് ഉള്ള ബോർഡിലാണ് ഇത് ഉപയോഗിക്കുക. അതായത് നമ്മളെ ഒരു ട്രാഫിക്കിൽ വൺ വേ ട്രാഫിക് എന്ന് പറയുന്നില്ലേ, അതുപോലെ വൺ വേ ട്രാഫിക്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തുകൂടെ പോവുക, മറ്റേ ഭാഗത്തുകൂടി വരിക. ഈ ഭാഗത്തുകൂടി പോകുന്ന വൺ വേയിൽ കൂടി പോകുന്ന വാഹനം ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അതേ സൈഡിൽ തന്നെ വാഹനം കയറിയിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ അടിച്ചു പോകും. അതുകൊണ്ടാണ് വൺ വേ ട്രാഫിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്തുകൂടെ പോവുക, ഒരു ഭാഗത്തുകൂടി വരിക, അങ്ങനെ വെക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിപ്പോൾ എമർജൻസി ബൾബിൽ ബാറ്ററി ഉപയോഗിക്കുന്ന സമയത്ത് എമർജൻസി ലാമ്പിൽ ഇതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ കൂടെ ഒരു 12 വോൾട്ടോ ഏതെങ്കിലും ഒരു വോൾട്ടേജ് ഇതിലൂടെ കടത്തിവിടും. ഈ കടത്തിവിടുന്ന വോൾട്ടേജ് പക്ഷേ ഇത് എമർജൻസിയെ സംബന്ധിച്ചിടത്തോളം ഇത് നേരെ ബാറ്ററിയിലേക്കാണ് ഇതിൻ്റെ മറ്റേ അറ്റം പോവുക. അതുവഴി, അതായത് റിലേയിലൂടെ കൊടുക്കുന്ന റിലേയുടെ അറ്റത്ത് ഘടിപ്പിച്ചിട്ടുള്ള റിലേയുടെ പോസിറ്റീവ് സൈഡിലാണ് ഈ ഡയോഡ് ഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ അവിടെ സോൾഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് ഇത് നേരെ അപ്പുറത്തേക്ക് കടത്തിവിടും, എടുത്തേക്ക് ബാറ്ററിയിൽ. എന്നാൽ ബാറ്ററിയിൽ നിന്ന് LED പാനലിലേക്ക്, അതായത് LED കത്തുന്ന LEDയിലേക്കും ഇതേ സൈഡിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തന്നെ രണ്ട് ഇത് പോകുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് ഇത് ഉപയോഗിക്കുക. അതായത് ഇത് ബാറ്ററിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ബാറ്ററിയിൽ നിന്ന് നേരെ പോകുന്നത് ബൾബിലേക്ക്. അതിലുള്ള വൈദ്യുതി തിരിച്ചിങ്ങോട്ട് വരില്ല. ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ എന്തായി, അവിടുന്നും കറണ്ട് വന്ന് അവിടെ ഷോർട്ട് സർക്യൂട്ട് വരും. അപ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം വൈദ്യുതി കടത്തിവിടുക എന്നുള്ളതാണ് ഈ ഡയോഡിൻ്റെ ഫങ്ഷൻ. ഡയോഡ് പല സ്ഥലത്തും പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇത് ബീപ്പ് സൗണ്ട് കാണുന്നില്ലെങ്കിലും റീഡിംഗ് ഉണ്ട്. റീഡിംഗ് ഉള്ള സ്ഥിതിക്ക് ഈ ഡയോഡ് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ബീപ്പ് സൗണ്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട, റീഡിങ്ങും കൂടി നോക്കണം. ഇത് 578 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡയോഡ് കുഴപ്പമില്ല, അത് ഓക്കെയാണ്. ഇത് നമുക്ക് വേറൊരു ഡയോഡ് എടുത്ത് പരിശോധിക്കാം. ഇതാണ് മറ്റൊന്ന്. ഈ ഡയോഡും വർക്കിംഗ് ആണ്. ബീപ്പ് സൗണ്ട് കാണിക്കണമെന്നില്ല. ഇതാ
582, 583 അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡയോഡും വർക്കിംഗ് ആണ്. ഇനി വേണമെങ്കിൽ വേറെ ഒന്നുകൂടി എടുത്ത് നോക്കാം. ഇത് പോസിറ്റീവാണ്. ആ പോസിറ്റീവ് സൈഡിൽ തന്നെ പ്രോബ് വെക്കുക, നെഗറ്റീവ് സൈഡിൽ ഇത് വെക്കുക. ഇത് മൂന്നും വർക്കിംഗ് ആണ്. 581, 582, 581. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഇങ്ങനെയാണ് ഡയോഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ ഈ കണ്ടിന്യൂറ്റി മോഡ് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട്. ഇനി മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഇതൊരു 3 പിൻ പ്ലഗാണ്. 3 പിൻ പ്ലഗിൽ നിന്ന് ഇത് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി അന്നേരം ചുറ്റി വെച്ചതാണ്. പക്ഷേ ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ 3 വയർ വരുന്നുണ്ടെങ്കിൽ ഒന്ന് എർത്താണ്, ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവാണ്. സാധാരണ നമ്മുടെ ഒരു മിക്സിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കമ്പനി സാധനം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ഇത് പച്ച കളറാണ് കൊടുക്കുക. ഈ വയർ ഇതിലേക്ക് വന്ന വയറിന് പച്ച കളറും ഇവിടെ നെഗറ്റീവ് സൈഡിൽ കറുപ്പും അതുപോലെ പോസിറ്റീവ് സൈഡിൽ ചുവപ്പുമാണ്. അങ്ങനെയാണ് അത് ഇലക്ട്രിക്കിൻ്റെ ഇതിൽ പറയുന്നത് പ്രകാരം അങ്ങനെയാണ് വയർ വരിക. പക്ഷേ ഇവിടെ നമ്മളെന്തോ ഒരു ഹൗസ് ഹോൾഡ് ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് ഒരു 10-20 മീറ്റർ വയറുണ്ട്. പക്ഷേ ഒറ്റ കളറുള്ള വയറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതേമാതിരിയുള്ളൊരു 3 വയർ എടുത്ത് ആ കഷ്ണം ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരേ കളറാണ് യൂസ് ചെയ്യുക. അത് ഇലക്ട്രിക്കലി നമ്മളത് തെറ്റാണെങ്കിലും നമുക്ക് തൽക്കാലം ആവശ്യം നടക്കാൻ വേണ്ടി അങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ നിങ്ങൾ ഇത് അഴിക്കാൻ കഴിയാത്ത ഒരു മോൾഡിങ് സ്വിച്ച് പ്ലഗ് ആണെങ്കിൽ നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം പച്ചയുമില്ല, ചുവപ്പുമില്ല, കറുപ്പുമില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അതിന് നമുക്ക് കണ്ടിന്യൂറ്റി മോഡ് ഉപയോഗിക്കാം. ഇതാണത്. ഇങ്ങനെയാണ് അത് നോക്കുക. അതായത് ഇത് 3 വയർ ഒരു ഭാഗം ഇതിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു, മറുഭാഗം ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിൽ എർത്ത് ഏതാണ്, പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് തിരിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പിന്നിൽ നിന്ന് ഇവിടെ ഒരു പ്രോബ് വെക്കും. മറ്റേ പ്രോബ് ഈ 3ലും നമ്മൾ ടച്ച് ചെയ്ത് നോക്കുക. ഇതാണ് ഇതുപോലെ. അത് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ തൽക്കാലം ഇതിൻ്റെ എർത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്നതാണ്. അപ്പോൾ എർത്ത് പിന്നിലേക്ക് ഒരു പ്രോബ് വെച്ചുകൊണ്ട് മറ്റേ പിന്നെ നമുക്ക് ഇവിടെ 3 ലൈനിൽ മുട്ടിച്ച് നോക്കാം. അപ്പോൾ ഇത് തന്നെയാണ് എർത്ത്. മറ്റ് രണ്ടിലും ബീപ്പ് സൗണ്ട് ഉണ്ടാവില്ല. ഇവിടെ രണ്ടിലും സൗണ്ടില്ല. അപ്പോൾ ഇതിലേതോ പോസിറ്റീവും നെഗറ്റീവും ഇവിടെ വന്നു, എർത്ത് ഇവിടെ വന്നു. എർത്ത് ലൈൻ ഇതാണ്. സൗണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്തും നമുക്ക് എർത്ത് വയർ ഏതാണ് ഇതിൽ നോക്കണ്ടെങ്കിൽ അത് പറ്റും. ഇനി ഈ പിന്നിലുള്ള ഇതാണ് നോക്കേണ്ടതെങ്കിൽ നമുക്ക് നോക്കാം. ഈ പിന്നിൽ വന്ന വയർ ഏതാണ് നോക്കണമെങ്കിൽ അതും ഇതേപോലെ കണ്ടിന്യൂറ്റി വെച്ചിട്ട് പ്രോബ് കണ്ടിന്യൂറ്റി മോഡിൽ വെച്ചതിന് ശേഷം ഇവിടെ നോക്കാം. ഇതല്ല. അപ്പോൾ ഈ പിന്നിൽ പോയിരിക്കുന്ന വയർ ഇതാണ്. ഇനി ഈ പിന്നിൽ പോയിരിക്കുന്നത് അപ്പോൾ മറ്റേതായിരിക്കും. അത് നമുക്ക് അറിയാം. പക്ഷേ എങ്കിലും നമുക്ക് നോക്കാം. ഇതിലൊന്നല്ല, ഇതിലുമല്ല. അപ്പോൾ നമ്മൾ ആ പിന്നിൽ പോയിരിക്കുന്ന കമ്പി ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ കണ്ടിന്യൂറ്റി മോഡിലിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ മൾട്ടിമീറ്റർ കൊണ്ട് ചില്ലറ ഉപയോഗങ്ങളൊന്നുമല്ല, ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട്.
അപ്പോൾ കണ്ടിന്യൂറ്റി മോഡ് കഴിഞ്ഞു. നമുക്കിനി ഈ ഭാഗത്തുള്ള ബാക്കിയുള്ളത് കൂടി നോക്കാം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ കണ്ട മുഴുവൻ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ പ്രദർശിപ്പിക്കുന്നതാണ്. എൻ്റെ ഈ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ 2ാം ഭാഗത്തെ 3ാം ഭാഗത്തെ അങ്ങനെയൊക്കെ ഉള്ള ഭാഗങ്ങൾ ഇടുമ്പോൾ തന്നെ ഞാനിത് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാൻ പറ്റും. നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരും, ഇത്തരം പാർട്ട് വരുന്നുണ്ട് എന്നുള്ളത്. അത് ഇട്ട് കഴിഞ്ഞാൽ എന്നാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം തന്നെ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ ഓൾ.